മലയാളം തെറ്റിയാലും കുഴപ്പമില്ല. മലയാളം തെറ്റുക എന്നുള്ളത് എന്താണ്, അതൊരു പ്രിവിലേജാണ്. പക്ഷേ ഇംഗ്ലീഷ് തെറ്റുക എന്ന് പറയുന്നത് കുഴപ്പമാണ് എന്നുള്ള ഒരു ബോധം നമ്മൾ കൊണ്ടു നടക്കുന്നുകൊണ്ടാണ്. ആ ബോധം നമ്മൾ കൊണ്ടു നടക്കാൻ കാരണം നമ്മൾ ഇംഗ്ലീഷുകാരുടെ കോളനി ആയിരുന്നു. നമ്മളെ കോളനൈസേഴ്സ് ഇംഗ്ലീഷുകാരായിരുന്നു, അവരുടെ ഭാഷയാണ്. അപ്പോൾ അതെന്തോ ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സവിശേഷമായ മഹത്വമുള്ള ഭാഷയാണ് എന്ന് ഏത് കോളനൈസ്ഡ് കമ്മ്യൂണിറ്റീസും വിചാരിക്കുന്ന പോലെ നമ്മളും വിചാരിക്കുന്നുണ്ട്. ഇത് ഫ്രഞ്ച് കോളനി ആയിരുന്ന നാടുകളിൽ ഫ്രഞ്ച് ഭാഷയ്ക്ക് ഇതേ അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷിൽ പിഴച്ചാൽ ഇംഗ്ലീഷ് ശരിയാം വിധം പറയാൻ പറ്റാത്ത, പ്രസംഗിക്കാൻ പറ്റാത്ത ഒരാൾ, അയാൾ മണ്ടനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്, പരിഹസിക്കപ്പെടേണ്ടവനാണ് എന്ന് പറയുന്നത്, അല്ലെ ആ നിലക്ക് അതിൻ്റെ പേരിൽ മാത്രം അങ്ങനെ പരിഹസിക്കുക എന്ന് പറയുന്നത് ശരിയല്ലാത്തൊരു നിലപാടാണ്. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് സംഭവിച്ചത്, ബാംഗ്ലൂർ ഇത് തന്നെയാണ്. ബാംഗ്ലൂർ എന്തിനാണ് റഹീം പോകുന്ന പുള്ളിയുടെ ഇളയച്ചൻ്റെ കല്യാണ സൽക്കാരത്തിൽ പങ്കെടുക്കാനല്ല. അവിടെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അവിടെ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, അവരുടെ വീടുകൾ പൊളിച്ചിരിക്കുകയാണ്. ഒരു ദിവസം അതിരാവിലെ പുലർച്ചെ വന്നിട്ട് സർക്കാരിൻ്റെ ബുൾഡോസറുകൾ വന്നിട്ട് അവരുടെ വീടുകൾ പൊളിച്ചിരിക്കുകയാണ്. അവർ തെരുവിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, രോഗികളുണ്ട്, വൃദ്ധരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരെ പോയി കാണുന്നു, അവരോട് സംസാരിക്കുന്നു, അവരുടെ പ്രശ്നം മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നു. അത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് റഹീമിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങേര് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. അദ്ദേഹം ചെയ്യേണ്ട ജോലിയാണ് നിശ്ചയമായിട്ടും അത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് വിചാരിക്കുകയല്ലല്ലോ അദ്ദേഹം ചെയ്യുന്നത്. എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ ഈ പ്രശ്നം രാജ്യത്തിന് മുമ്പാകെ വെക്കും, ജനങ്ങൾക്ക് മുമ്പാകെ വെക്കും. അതിൽ രാഷ്ട്രീയം ആരോപിക്കുന്നതൊക്കെ ആളുകളുണ്ട്, അതൊക്കെ ശരി, രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവിക രാഷ്ട്രീയം ഉണ്ടാകും. എനിവേ ഇതൊന്നും ഒരു ജെന്യൂൻ ഇഷ്യൂ ആണ് ബാംഗ്ലൂരിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പോയി കാണുന്നു, അവരുടെ പ്രശ്നം ഞാൻ രാജ്യത്തിന് മുമ്പാകെ വെക്കുന്നു. എനിക്ക് ഭാഷാപരമായ ദൗർബല്യങ്ങളുണ്ടെങ്കിലും ഞാനത് പറയും എന്ന് റഹീം വിചാരിക്കുന്നത്, അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? ആ ഒരു ആത്മവിശ്വാസത്തെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ സംഗതി ഉണ്ടല്ലോ. എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ അവരുടെ പ്രശ്നം പറയും. ഇത് സമാനമായൊരു സന്ദർഭം നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ കാണുന്നത് 1952 മെയ് 19 ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് AKG, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ ബ്ലോക്കിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് എന്നൊരു പദവിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളത് എഗൻ കണ്ടസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ 2 വാചകങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. I and my friends are new to parliamentary procedures and practices. Whatever might be the language in which we speak, നമ്മൾ ശ്രദ്ധിക്കണം, whatever might be the language in which we speak, whether our English may be good or not, you will hear from us the voice of the people. കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഞങ്ങളുടെ ഇംഗ്ലീഷും നല്ലതാകാം, മോശമാകാം, പക്ഷേ ജനങ്ങളുടെ കാര്യം ഞങ്ങൾ പറയും. അത് AKG അതെന്താ പറയുക, തെളിയിച്ച മനുഷ്യനാണ് കേട്ടോ. AKGയുടെ പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ ധാരാളം വായിച്ചിട്ടുണ്ട്. മാത്രമല്ല ജവഹർലാൽ നെഹ്റു ശ്രദ്ധയോടെ, അതീവ ജിജ്ഞാസയോടെ, കൗതുകത്തോടെ AKGയുടെ പ്രസംഗങ്ങൾ കേട്ട് നിൽക്കുമായിരുന്നു. വെച്ചാൽ ഇന്ന് നമ്മുടെ മൗഹ മൊയ്ത്രയോ അല്ലെങ്കിൽ ശശി തരൂറോ അസദുദ്ദീൻ ഒവൈസിയോ ഒക്കെ ചെയ്യുന്നത് പോലെ അടിപൊളി ഇംഗ്ലീഷിലല്ല AKG പ്രസംഗിക്കുന്നത്. പക്ഷേ നിശബ്ദമായി പാർലമെൻ്റ് അത് കേട്ട് നിൽക്കും. ജവഹർലാൽ നെഹ്റു സവിശേഷ താല്പര്യത്തോടു കൂടി AKGയുടെ പ്രസംഗം കേട്ട് നിൽക്കുമായിരുന്നു. നമുക്ക് ചരിത്രത്തിൽ പാർലമെൻ്ററി ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഭാഷയിലെ കമാൻഡ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് വളരെ നല്ല കാര്യമാണ്. ഏത് ഭാഷയിലാണെങ്കിലും അതിൽ കമാൻഡ് ഉണ്ടാകുക, ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ സാധിക്കുക, മനോഹരമായി സംസാരിക്കുക, മനോഹരമായി എഴുതുക, അതൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഒരാൾക്ക് അയാൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാത്തൊരു ഭാഷ, ഇംഗ്ലീഷ് എനി ലാംഗ്വേജ് ആകട്ടെ, ആ ഭാഷ അതിൽ കമാൻഡ് കുറഞ്ഞിരിക്കുന്നു, അതിൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിൽ അയാൾ സംസാരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ പേര് അയാൾ അങ്ങ് നശിപ്പിച്ച് കളയുക എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരാൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് എന്തോ വലിയ കുറവാണെന്ന് പറയുന്നു ശരിയല്ല. അങ്ങനെ കഴിവുണ്ട് എന്നുള്ളതുകൊണ്ട് അയാളൊന്നും മഹാനാണെന്നും വിചാരിക്കേണ്ട. ഇപ്പം നമുക്കറിയാം വളരെ അടിപൊളി ഇംഗ്ലീഷിൽ, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷെന്നോ വിക്ടോറിയൻ ഇംഗ്ലീഷെന്നോ പറയാവുന്ന ഇംഗ്ലീഷിൽ ക്ലാസിക്കൽ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെ വിജയിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ എന്തോന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തോന്നാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. വളരെ നന്നായിട്ട് അതിഗംഭീരമായി ഇംഗ്ലീഷ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ CPMൻ്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്നു. അങ്ങേര് CPM ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് CPM അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ അധോഗതി ഉണ്ടായതെന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ഇതൊന്നുമല്ല വിഷയം. രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ, പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുക, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക,
അവരുടെ പ്രശ്നങ്ങൾ എവിടെയാണോ ഉന്നയിക്കേണ്ടത് അവിടെ ഉന്നയിക്കാനുള്ള ശേഷി ഉണ്ടാവുക. മനസ്സിലായില്ലേ? അത് വ്യാകരണ ശേഷി ഉണ്ടാവുക എന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു എന്താണ് ആ ഒരു ആൻറ്റിന ഉണ്ടാവണം ജനങ്ങളെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള. അപ്പോൾ അതാണ് ഇതിൽ കുറേയുള്ള സാധനം. ഇത് കാര്യം തന്നെയാണ് 2 വർഷം മുമ്പ് ഇതുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞത്. പക്ഷേ അന്ന് നമ്മുടെ ഇതിനകത്ത് താഴെ വന്ന കമൻറ്റുകൾ, ധാരാളം കമൻറ്റുകൾ അന്ന് വന്നിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കമൻറ്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ ഫൈൻ, നിങ്ങൾ പറഞ്ഞത് ശരി, നിങ്ങൾ ഇതൊക്കെ ശരി, പറഞ്ഞതൊക്കെ ശരി, ബട്ട് സ്റ്റിൽ നോക്കൂ, പിന്നെ ഇദ്ദേഹം MA-യും LLB ഒക്കെ ഉള്ള ഒരാളല്ലേ. ഇദ്ദേഹത്തിൻ്റെ രാജ്യസഭാ പ്രൊഫൈലിൽ MA LLB എന്നാണുള്ളത്. കരിയറായിട്ട് ജേർണലിസ്റ്റ് ആൻഡ് അഡ്വക്കേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാൾ ഇങ്ങനെയൊക്കെയാണോ, ഇത്രയൊക്കെ ആവത്തുള്ളൂ എന്ന് ചോദിക്കുന്ന ഒരാളുണ്ട്. അതൊരു വിഷയം തന്നെയാണ്. അതിന് മറുപടി പറയേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങളോ സ്ഥാപന മേധാവികളോ ഇദ്ദേഹത്തിൻ്റെ അധ്യാപകരോ ഒക്കെയാണ്. എന്തുകൊണ്ട് അങ്ങനെയായി, ഇത്രയല്ല ആ ഒരു ലെവലിൽ ഒരു സാധാരണ പിന്നെ എന്താ പറയുക ഉള്ള ഒരു പൊതുപ്രതിനിധിത്വം എഡ്യൂക്കേറ്റഡായിട്ട് ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അതിൽ 2 വർഷം മുമ്പ് ഇങ്ങനൊരു വിമർശനം ഏറ്റുവാങ്ങി, എഗെയിൻ സമാന വിമർശനം ഏറ്റുവാങ്ങുമ്പോൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിക്കൂടെ എന്ന് റഹീം ആലോചിക്കേണ്ട കാര്യമാണ്. LLB ഉള്ള ഒരാൾ, MA ഉള്ള ഒരാൾ, പിന്നെ ചില ആൾ ലോ മേക്കറാണ്, പാർലമെൻറ്റിന് ലോ മേക്കർക്ക് അത് വേണ്ടെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കാണേണ്ട കാര്യമാണ്. പക്ഷെ ബേസിക്കലി ഭാഷാശുദ്ധിയുടെ പേരിൽ ഒരു പൊതുപ്രവർത്തകനെ അദ്ദേഹം ചെയ്ത ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ കടന്നാക്രമിക്കുക എന്ന് പറയുന്നത് ശരിയല്ല.